വർഗീയ പിതാവാം ദൈവത്തിൻ്റെ മഹത്വം സർവ്വഭൂമിയിലും നിറയുമാറാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഓഗസ്റ്റ് 14, മൂന്നാമത്തെ വായനാ ഭാഗം 1 രാജാക്കന്മാർ 9-ാം അധ്യായം. ഇവിടെ ആലയവും രാജധാനിയും തനിക്കുണ്ടാക്കുവാൻ മനസ്സും താല്പര്യം ഉണ്ടായിരുന്നതൊക്കെയും ശലോമോൻ പണി തീർന്നു. അപ്പോൾ യഹോവയാം ദൈവം രണ്ടാമത് ശലോമോന് പ്രത്യക്ഷനായി. അപ്പോൾ ഒന്ന് ഗിബെയോനിൽ വെച്ച് ഒന്നാമത് പ്രത്യക്ഷനായി. ഇപ്പം രണ്ടാമത് പ്രത്യക്ഷനായിട്ട് ദൈവം പറഞ്ഞത്, നീ എൻ്റെ മുമ്പാകെ കഴിച്ചിരിക്കുന്ന നിൻ്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടു. നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എൻ്റെ നാമം അതിലെന്നേക്കും സ്ഥാപിപ്പാൻ തക്കവണ്ണം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. അപ്പം യെരൂശലേം ദേവാലയം, പുതുതായിട്ട് സ്ഥാപിച്ച ദേവാലയത്തിൽ എൻ്റെ നാമം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും. എൻ്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ. അപ്പോൾ ഇങ്ങനെ ദൈവം പറഞ്ഞൊരു ആലയത്തെക്കുറിച്ചാണ് നമ്മൾ താഴോട്ട് വേറൊരു കാര്യം വായിക്കുന്നത്. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ മുമ്പാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടി നിൻ്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നടക്കുകയും എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രായേലിൻ്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകുകയില്ല എന്ന് ഞാൻ നിൻ്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ ഇസ്രായേലിലുള്ള നിൻ്റെ രാജത്വത്തിൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരമാക്കും. നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ എന്നെ വിട്ടുമാറി നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ ചെന്ന് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചാൽ ഞാൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ പറിച്ചു കളയും. എൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ ആലയവും എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഇസ്രായേൽ സകല ജാതികളുടെ ഇടയിൽ പഴഞ്ചൊല്ലും പരിഹാസവുമായിരിക്കും. ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും കടന്നു പോകുന്ന ഏവനും അതിനെ കണ്ട് സ്തംഭിച്ച് ചൂളകുത്തി, യഹോവ ഈ ദേശത്തിനും ഈ ആലയത്തിനും ഇങ്ങനെ വരുത്തിയത് എന്ത് എന്ന് ചോദിക്കും. അവർ തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തിൽ നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിക്കുകയും അന്യദൈവങ്ങളോട് ചേർന്ന് അവയെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്യുകൊണ്ട് യഹോവ ഈ അനർത്ഥമൊക്കെയും അവർക്ക് വരുത്തിയിരിക്കുന്നു എന്ന് ചോദ്യം ആരോടാണ് ചോദിക്കുന്നത്? അതറിയാവുന്നവർ അതിൻ്റെ ഉത്തരം പറയും. അപ്പോൾ ഇത് നമ്മളിന്ന് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകമായിട്ട് വായിക്കുമ്പോൾ ഇതിൽ ദൈവം അവർ പറഞ്ഞതുപോലെ നടന്നില്ല എങ്കിൽ അവർക്ക് വരുത്താനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ യിരെമ്യാ പ്രവാചകനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യെഹോയാക്കീൻ പിടിക്കപ്പെട്ടു കൊണ്ടുപോയി, സിദക്കിയാവിനെ പിടിക്കപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇവിടെ പറയുന്നത് പോലെ അപ്പം ആലയത്തെ സംബന്ധിച്ചും ആലയവും തീവച്ച് ചുട്ടുകളയുന്ന അല്ലെങ്കിൽ ചുടുന്ന അതിൻ്റെ മതിലുകളൊക്കെ ഇടിച്ചു കളഞ്ഞ് കിടക്കുന്ന ആരും പിന്നെ പൂജയ്ക്കോ അല്ലെങ്കിൽ യാഗത്തിനോ ഒന്നും അവിടെ കടന്നു പോകാത്ത സ്ഥിതിക്ക് അതിനെ ആയിത്തീരുകയാണ് ഈ കാലത്ത് തന്നെ. പഴയ നിയമകാലത്ത് തന്നെ, പുതിയ നിയമകാലത്തല്ല, പഴയ നിയമകാലത്ത് തന്നെ അത് സംഭവിക്കുകയാണ്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്നതും അതിനോട് തൊട്ട് ചേർന്ന് ആ പുസ്തകത്തിൽ, എന്നിട്ടും ഇത് ദൈവം ഇവിടെ പറയുന്നുണ്ട്, ഇത് സംഭവിക്കും, ഇസ്രായേൽ മക്കളെ ഇന്ന ആ ദേശത്ത് നീക്കിക്കളയും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും ഇതൊക്കെ ദൈവം നേരത്തെ പറഞ്ഞു വെച്ചിട്ടും പിന്നെയും ദൈവത്തിൻ്റെ മനസ്സലിവ് ചെയ്യുന്നത് എന്താണ്? യിരെമ്യാ പ്രവാചകൻ പറയുന്നത് തന്നെ, ഞാൻ 23 വർഷം കഴിഞ്ഞിരിക്കുന്നു ഇവരോട് സംസാരിച്ചു തുടങ്ങിയിട്ട്. 23 വർഷമായിട്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും വർഷങ്ങളെടുത്തു അവരോട് സംസാരിക്കാൻ. അപ്പോൾ അത്രയും ദൈവം ദീർഘക്ഷമയോടെ ഇരിക്കുകയാണെന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിനൊരു മനസ്സുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സങ്കടമുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കണം. ദൈവത്തിന് വിഷമം ഉണ്ടാകുന്നു, വേദന ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ഒക്കെ ഏറ്റവും അവസാനമാണ് ദീർഘക്ഷമയ്ക്ക്. മനുഷ്യൻ്റെ ദീർഘക്ഷമ പോലല്ല. മനുഷ്യൻ്റെ ദീർഘക്ഷമയ്ക്ക് ചുരുക്കകാലത്തേക്കേ കാണും. എന്നാൽ ദൈവത്തിൻ്റെ ദീർഘക്ഷമ എത്ര കാലം ദൈവം അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന യിരെമ്യാ പ്രവാചകനിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള സ്നേഹത്തെ, എന്നാൽ ശിക്ഷിക്കും എന്ന് പറയുന്നതിന് ദൈവം മാറ്റുന്നില്ല. അത് ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അവർ മടങ്ങി വരുമെങ്കിൽ അത് മടങ്ങി വരട്ടെ എന്ന് നിരന്തരം ദൈവം അവരോട് ഇടപെടുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് യിരെമ്യാ പ്രവാചകൻ്റെ കാലത്തും അതിനുശേഷം എന്നുള്ളതും കാണുകയും ചെയ്യുന്നു. തുടർന്ന് നമ്മൾ വായിക്കുന്നത് ശലോമോൻ യഹോവയുടെ ആലയം, കൊട്ടാരം എല്ലാം 20 വർഷം കൊണ്ടാണ് പണി തീർത്തത്.
അത് എന്നിട്ട് ഈ ഹീരാം ചെയ്ത സഹായത്തിന് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീല ദേശത്ത് 20 പട്ടണം കൊടുത്തു. പട്ടണം കാണാൻ ഹീരാം വരികയും ചെയ്തു. പക്ഷേ ഹീരാമിന് ആ സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. സഹോദര, നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്ത് എന്നവൻ പറഞ്ഞു. അവയ്ക്ക് കാബൂൽ ദേശം എന്ന്, പിന്നീട് അതിന് കാബൂൽ ദേശം എന്നാണ് പറയപ്പെട്ടത്. ഈ പട്ടണങ്ങൾ എനിക്ക് ഇത്രയും മോശപ്പെട്ട പട്ടണങ്ങളാണോ എനിക്ക് തന്നത് എന്ന് പറയുകയും ചെയ്തു. പിന്നീട് നമ്മൾ 2 ദിനവൃത്താന്തം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, 2 ദിനവൃത്താന്തം 8:2 ഈ ഹീരാം രാജാവ്, അവിടെ ഹൂരാം എന്നാണ് എഴുതിയിരിക്കുന്നത്, ഹീരാമാണ്. ഹൂരാം എന്ന പേരും കാണുമായിരിക്കും, പക്ഷെ അവിടെ ഹൂരാം എന്നാണ് എഴുതിയിട്ടുള്ളത്. ഹീരാം തന്നെയാണ് എന്ന് മാറിപ്പോകണ്ട, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ശലോമോന് അവിടെ ശലോമോൻ യഹോവയുടെ ആലയവും തൻ്റെ അവൻ്റെ അരമനയും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം ഹൂരാം ശലോമോന് കൊടുത്ത പട്ടണങ്ങളെ ശലോമോൻ പണിതുറപ്പിച്ച് അവിടെ ഇസ്രായേലിനെ പാർപ്പിച്ചു എന്നാണ്. അപ്പം എന്തായാലും ഇവിടെ ഹൂരാമിന് സ്ഥലം കൊടുക്കണമെങ്കിൽ ഹൂരാമിൻ്റെ സ്ഥലം കൊടുക്കും. അപ്പോൾ സോറിലല്ല, അല്ലെങ്കിൽ ടയറിലല്ല ആ സ്ഥലങ്ങൾ, മറിച്ച് ഇവിടെ തന്നെയാണ് ആ സ്ഥലങ്ങൾ. ഈ സ്ഥലങ്ങളാണ്, അവിടെയാണ് ഇസ്രായേലർ. അത് നമുക്ക് അങ്ങനെ ചിന്തിക്കാം. യഥാർത്ഥത്തിൽ അങ്ങനെയാണെന്ന് കൃത്യമായ ഒരു ഉറപ്പില്ല. ഹീരാമിന് കിട്ടിയ സ്ഥലങ്ങളെ ഹീരാം മടക്കി കൊടുത്തതായിരിക്കണം എന്നാണ് കരുതുന്നത്. അല്ലാതെ ഇസ്രായേൽ ദേശത്ത് ഹീരാമിന് വേറെ സ്ഥലങ്ങളില്ലല്ലോ. അപ്പോൾ അവിടെ 20 പട്ടണങ്ങൾ ഹീരാമിന് കൊടുത്തു. ഹീരാമിന് അത് ഇഷ്ടമായില്ല. ഹീരാം മടക്കി കൊടുത്ത പട്ടണങ്ങൾ എന്നേ നമുക്കതിനെ കാണാൻ ഒക്കുള്ളൂ. അതായിരിക്കാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ അവിടെ ഇസ്രായേലിനെ പാർപ്പിച്ചു. നേരത്തെ ഹീരാമിന് കൊടുത്ത സ്ഥലത്ത് ഇസ്രായേലിനെ പാർപ്പിക്കാനൊക്കത്തില്ല. അപ്പോൾ അത് തിരിച്ചു കിട്ടിയപ്പോൾ അവിടെ ഇസ്രായേലിനെ പാർപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകാനാണ് സാധ്യത. എന്നിട്ട് ശലോമോൻ രാജാവ് ആലയം, അരമന, മില്ല, മതിൽ, പിന്നെ പല കാര്യങ്ങളും പിന്നെ താഴോട്ട് എഴുതിയിട്ടുണ്ട്. ഇസ്രായേൽ മക്കളെ ഒഴിച്ച് ഈ ഹിത്യരും പെരിസ്യരും ഹിവ്യരും യെബൂസ്യരും അവിടെയൊക്കെയുള്ള ആളുകളിൽ നിന്ന് ഒഴിയ വേലക്കാരെയൊക്കെ ആക്കാൻ, അപ്പോൾ എല്ലാവരെയും നിർമൂലനം ചെയ്യണമെന്നാണ് ദൈവം പറഞ്ഞത്. പക്ഷേ അവരാരും പൂർണ്ണമായും നിർമൂലനം ചെയ്യാതെ ബാക്കിയുണ്ടായിരുന്ന ആളുകളെ ശലോമോൻ ഊഴിയ വേലയ്ക്കാക്കി. ഇസ്രായേൽ മക്കളിൽ നിന്ന് ആരെയും ഊഴിയ വേലയ്ക്ക് അടിമകളാക്കിയൊന്നും ആക്കിയില്ല. അതാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. പിന്നെ സ്വർണം, ഓഫീറിൽ ചെന്ന് സ്വർണം അവിടുന്ന് 20 താലന്ത് പൊന്നു കൊണ്ടിരുന്നത്, അതൊക്കെ ഇതിനകത്ത് നമുക്കത്ര പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല. നമുക്കറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു സമാധാനത്തിൻ്റെ കാലം ശലോമോൻ്റെ ഈ വലിയ തിരക്ക് പിടിച്ച ഒരു കാലമായിരുന്നല്ലോ ആലയം പണിയുന്ന സമയം. അപ്പം വളരെ ശ്രദ്ധ ശലോമോൻ രാജാവിന് അതിൻ്റെ പണിയൊക്കെ അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എന്തുണ്ട്, എന്തുമാത്രം ഡെവലപ്മെൻ്റ് ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, കാര്യങ്ങളിൽ ദൈവം കൽപ്പിച്ച പോലുള്ള കണക്കും കാര്യങ്ങളും തന്നെയാണോ, ഇങ്ങനെ മനസ്സെപ്പോഴും അതിനകത്ത് ഇൻവോൾവ് ആയിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയും ഒരു തിരക്ക് ആ സമയത്തുണ്ടായത്. പിന്നെ സ്വസ്ഥതയുടെ ഒരു കാലമായിരുന്നു. കുറേ കാര്യങ്ങൾ ഒരു രാജ്യം എന്ന നിലയ്ക്ക് ചെയ്തെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായി, അതായത് വ്യത്യസ്തമായി, വെറുതെ ചെയ്തു പോവുകയല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശലോമോൻ്റെ രാജ്യത്ത് മാത്രം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രത്യേകതയുള്ള പല പല കാര്യങ്ങളും ശലോമോൻ പിന്നീട് ചെയ്യുകയാണ് അവിടെ ആ രാജ്യത്ത്. രണ്ടാമത്തെ വായനാഭാഗത്തിൽ അതിൻ്റെ ഒരു കാലം എഴുതിയിരിക്കുന്ന യോശിയാവിൻ്റെ മകനായ യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ കാലത്ത് യിരെമ്യാവിന് യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാടെന്നാണ്. പക്ഷെ 34-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താ? സിദെക്കീയാവിൻ്റെ കാലത്ത്. അപ്പോൾ സിദെക്കീയാവ് എന്ന് പറയുന്നത് ഈ യഹോയാക്കീൻ്റെ കാലശേഷം യഹോയാക്കീൻ്റെ കാലം, അതിൻ്റെ കാലത്തിന് ശേഷമാണ് സിദെക്കീയാവിൻ്റെ കാലം. അപ്പോൾ സിദെക്കീയാവിൻ്റെ കാലത്ത് കൊടുക്കേണ്ട അരുളപ്പാടാണ് 34. എന്നാൽ അതിന് 2 രാജാക്കന്മാർക്ക് മുമ്പുള്ള കാലത്ത് യഹോയാക്കീമിൻ്റെ കാലത്ത് യിരെമ്യാവ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ 34 കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് 35 എഴുതിയിരിക്കുന്നത്, 35 കഴിഞ്ഞുള്ളതാണ് 36 എഴുതിയിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ആ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് ആ അധ്യായത്തെ സംബന്ധിച്ച് മാത്രം നോക്കി പോവുക. അപ്പോൾ കാലഘട്ടം നോക്കിക്കോണം ഇതെപ്പോൾ സംഭവിച്ചാണെന്ന്. ഇവിടെ നമ്മൾ യഹോയാക്കീമിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ,
നീ രേഖാബ്യഗ്രഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിൻ്റെ ഒരു മുറിയിൽ കൊണ്ടുചെന്ന് അവർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കാം. അപ്പോൾ അങ്ങനെ അവരെ രേഖാബ്യഗ്രഹം മുഴുവനെ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കൊടുത്തു. അപ്പോൾ വീഞ്ഞു കൊടുത്തപ്പം അവിടെ ദൈവപുരുഷന മയസയാവിൻ്റെ മുറിക്ക് മീതെ ഇഗ്ദല്യാവിൻ്റെ മകനും ദൈവപുരുഷനുമായ ഹനാൻ്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു. അവിടെ പാനപാത്രങ്ങളൊക്കെ വെച്ച് അവർക്ക് വീഞ്ഞു കുടിപ്പീനെന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവർ പറഞ്ഞു, ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല. രേഖാബിൻ്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട്, നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വക ഒന്നും നിങ്ങൾക്കുണ്ടാകുകയുമരുത്. നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണം എന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്തൊരിക്കലും വീഞ്ഞു കുടിക്കുകയോ പാർപ്പാൻ വീട് പണിയുകയോ ചെയ്യാതെ രേഖാബിൻ്റെ മകനായി ഞങ്ങളുടെ പിതാവായി യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിനും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ച് വരുന്നു. ഇതൊരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അവിടെ ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടമില്ല, വയലില്ല, വിത്തില്ല, ഞങ്ങൾ കൂടാരങ്ങളിൽ പാർക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ അവർ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ദേശത്തെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ വരുവിൻ, കൽദയരുടെ സൈന്യത്തിൻ്റെയും അരാമി സൈന്യത്തിൻ്റെയും മുമ്പിൽ നിന്ന് നമുക്ക് യെരുശലേമിലേക്ക് പോയി കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ യെരുശലേമിൽ പാർത്തു വരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ യെരുശലേമിൽ എത്തപ്പെട്ടത്. അപ്പോൾ ഇത് ഇത്രയും സംഭവിച്ച കാര്യങ്ങൾ. അവരോട് അവരോട് ചെയ്യാൻ പറഞ്ഞ കാര്യം, ദൈവം പറഞ്ഞ കാര്യം യിരെമ്യാ പ്രവാചകൻ ചെയ്യുന്നു. പക്ഷേ അവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ യിരെമ്യാ പ്രവാചകന് ദൈവത്തിൻ്റെ അരുളപ്പാട് പിന്നെ ഉണ്ടായി. അപ്പോൾ പറഞ്ഞു, നീ ചെന്ന് യഹൂദ പുരുഷന്മാരോടും യെരുശലേം നിവാസികളോടും പറയേണ്ടത്, എൻ്റെ വചനങ്ങളെ അനുസരിക്കേണ്ടതിന് നിങ്ങൾ പ്രബോധനം കൈക്കൊള്ളുന്നില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. രേഖാബിൻ്റെ മകനായ യോനാദാബ് തൻ്റെ പുത്രന്മാരോട് വീഞ്ഞു കുടിക്കരുതെന്ന് കൽപ്പിച്ചത് അവർ നിവർത്തിച്ചിരിക്കുന്നു. അവർ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് ഇന്നുവരെ കുടിക്കാതിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ ഇടപെടാതെ സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ദുർമാർഗം വിട്ട് തിരിഞ്ഞ് നിങ്ങളുടെ പ്രവർത്തികളെ നന്നാക്കുവിൻ. അന്യദേവന്മാരും ചേർന്നവരെ സേവിക്കരുത്. അപ്പോൾ ഇത് സാധ്യമാണ്. അവരുടെ അപ്പൻ പറഞ്ഞ കൽപ്പന പോലും അവർ പാലിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ അവർ ജീവിക്കുന്നു എന്ന് അവരെ കാണിച്ചു കൊടുക്കുകയും, എന്നാൽ സ്വർഗത്തിലെ ദൈവം അവരോട് പറഞ്ഞ കാര്യങ്ങൾ അവർ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും, അപ്പം അങ്ങനെ ഒരു മാതൃകയുള്ള ആൾക്കാരെ കാണിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെയെങ്കിലും അവർ വഴിതിരിറ്റി പോയതിൽ നിന്നും തിരികെ വരട്ടെ എന്നുള്ള ചിന്തയോടെ ദൈവം യിരെമ്യാ പ്രവാചകനിൽ ഇടപെടുകയാണ്. എൻ്റെ 16-ാമത്തെ രേഖാബിൻ്റെ മകനായ യോനാദാബിൻ്റെ പുത്രന്മാർ അവരുടെ പിതാവ് കൽപ്പിച്ച കൽപ്പന പ്രമാണിച്ചിരിക്കുന്നു. ഈ ജനമോ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചിട്ടില്ല എന്നാണ്, അനുസരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചു, ഞാൻ പറഞ്ഞിട്ടും അവർ കേൾക്കുകയോ വിളിച്ചിട്ടും അവർ ഉത്തരം പറയുകയോ ചെയ്യുക കൊണ്ട് ഞാൻ യഹൂദയുടെ മേലും യെരുശലേമിൻ്റെ സകല നിവാസികളുടെ മേലും ഞാൻ അവർക്ക് വിധിച്ചിരിക്കുന്ന അനർത്ഥമൊക്കെയും വരുത്തും. അത് ദൈവം കൃത്യമായി പറയാണ്. എന്നാൽ അത് കഴിഞ്ഞ് യിരെമ്യാവ് രേഖാബിൻ്റെ സന്തതികളോട്, മക്കളോട്, ഗ്രഹത്തോട് പറയുന്നത്, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാദാബിൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ്റെ ആജ്ഞകളൊക്കെയും അനുസരിച്ച് അവൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തിരിക്കൊണ്ട് എൻ്റെ മുമ്പാകെ നിൽപ്പാൻ രേഖാബിൻ്റെ മകനായ യോനാദാബിന് ഒരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരികയില്ല എന്ന് ദൈവം നിങ്ങളോട് അരുളി ചെയ്യുന്നു. ഇത് പറഞ്ഞിട്ടാണ് അവരെ മടക്കി അയക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മുമ്പിലും ഒരു വലിയ മാതൃകയാണ്. നമ്മുടെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ പിതാവ് പറയുന്ന കാര്യങ്ങൾ, ആ പിതാവ് പറയുന്നത് ദൈവത്തിന് വിരുദ്ധമല്ല, ദൈവത്തിന് അനുകൂലമായിട്ടാണ്, അല്ലെങ്കിൽ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടല്ല, ദൈവകൽപ്പനയ്ക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ നമ്മളത് 100% കേൾക്കുകയും അനുസരിക്കുകയും വേണം. എന്നാൽ അവിടെ ഒരു വിഷയമുള്ളത്, ദൈവം പറയാത്ത കാര്യങ്ങളെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഫെയ്ത്ത്, വിശ്വാസം, അത് സംബന്ധിച്ചല്ലാത്ത കാര്യങ്ങൾ ആര് പറഞ്ഞാലും നമ്മളത് അനുസരിക്കേണ്ട കാര്യവുമില്ല എന്നുള്ളതാണ്. അത് പത്രോസുമൊക്കെ അവരെ അടി കൊടുത്തിട്ട് പോലും അവർ അടിക്കുന്ന പുരോഹിതന്മാരോടും പ്രമാണിമാരോടും അവരെ പറയുന്നത് മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ അനുസരിച്ച് അവർ കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ, യേശുക്രിസ്തുവിനെ കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ അവർ പിടിക്കപ്പെടുകയോ അടികൊള്ളുകയൊക്കെ ചെയ്യുന്നു.
എന്നാൽ അവർ ധൈര്യപൂർവ്വം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാരായി തന്നെ ശക്തരായി തുടർന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊരു വലിയ മാതൃകയാണ്. അവരവർ ഭയക്കുന്നില്ല. അവർ അവരുടെ സ്വാർത്ഥമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊന്നും ദൈവത്തെ തള്ളി പറയാൻ അവർക്ക് തയ്യാറില്ല. അടികൊള്ളാതിരിക്കാൻ തയ്യാറില്ല. അവർക്ക് വസ്തുവകകളോ മറ്റ് ആനുകൂല്യങ്ങളോ എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടി ദൈവത്തെയും ക്രിസ്തുവിനെയും തള്ളിപ്പറയാൻ അവർ ഒരുക്കമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പക്ഷേ കാണുന്നത് തിരിച്ചുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് വരുവാനിരിക്കുന്ന ശിക്ഷ പുറകെ വരുന്നു എന്നുള്ളതാണ് സത്യം. മൂന്നാമത്തെ വായനാ ഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം. അതിൻ്റെ 2-ാം വാക്യത്തിൽ 6 ദിവസം കഴിഞ്ഞ ശേഷം, ഏതോ ഒരു സംഭവത്തിൻ്റെ 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ സംസാരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുന്ന സന്ദർഭങ്ങളിലൊന്നാണിത്. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. രൂപം മറ്റൊരു രൂപമായി മാറി. ആ രൂപത്തെക്കുറിച്ച് അവിടെ വർണ്ണിക്കുന്നുണ്ട്. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ വസ്ത്രം, ക്രിസ്തുവിൻ്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. അപ്പോൾ മറ്റൊരു കാഴ്ച കാണുന്നു. അവിടെ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംസാരിക്കുന്നത് കാണുന്നു. അപ്പോൾ ഇതാണ് അവർ കാണുന്ന കാഴ്ച. ഭയങ്കരമായ വെളുപ്പ് കൊണ്ട് ക്രിസ്തുവിൻ്റെ വസ്ത്രം അത്യന്തം തിളങ്ങുകയാണ്. അവിടെ വെച്ച് ഏലിയാവും മോശയും യേശുവിനോട് സംസാരിക്കുന്നതായിട്ട് അവർ കാണുകയാണ്. ഇതൊക്കെ അവരുടെ ദർശനമാണ്, യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്ന കാര്യമല്ല. അവരങ്ങനെ കാണുകയാണ്. മരിച്ചുപോയ ഏലിയാവും മോശയുമൊന്നും അവിടെ എത്തിയിട്ടില്ല. എന്നാൽ അവർക്ക് അങ്ങനെ കാഴ്ച, ഒരു ദർശനം കാണിച്ചു കൊടുക്കുകയാണ് ആ മലയിൽ വെച്ച്. അപ്പോൾ അവിടെ വെച്ച് അങ്ങനെ സംസാരിക്കുമ്പോൾ, അങ്ങനെ കാഴ്ച കാണുമ്പോൾ പത്രോസ് യേശുവിനോട് പറയുന്നുണ്ട്, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം. നിങ്ങൾക്ക് 3 പേർക്കും 3 കുടിലുണ്ടാക്കാം. അവിടെ വായിക്കുന്നത്, താൻ എന്തു പറയേണ്ടതെന്ന് അവൻ അറിഞ്ഞില്ല. അവൻ ഭരവയവശരായിരുന്നു. അവിടെയാണ് ഒരു മേഘം വന്നിട്ട് നേരിലിട്ടിട്ട് ഇവരെൻ്റെ പ്രിയപുത്രൻ, ഇവരെ ചെവി പിടിപ്പിനെന്ന് ഒരു ശബ്ദം മേഘത്തിൽ ഉണ്ടാകുന്നത്. എന്നിട്ട് നമ്മൾ കാണുന്നത് എൻ്റെ 8-ാം വാക്യത്തിൽ, പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയാറ് യേശുവിനെയും തങ്ങളെയും മാത്രം, ഈ പത്രോസും യാക്കോവും യോഹന്നാനും യേശുക്രിസ്തു മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കറിയുന്നില്ല. ഇത് ഞാൻ പറയാൻ കാര്യം, എൻ്റെ തൊട്ട് താഴെ അവർ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റിട്ടല്ലാതെ, ഇപ്പോൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റിട്ടല്ലാതെ ഈ കണ്ടത് ആരോടും അറിയിക്കരുതെന്ന് അവരോട് കൽപ്പിച്ചു. മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളത് എന്തെന്ന് അവർ തമ്മിൽ തർക്കിച്ചുകൊണ്ട് ആ വാക്ക് ഉള്ളിൽ സംഗ്രഹിച്ചു. അപ്പോൾ അതവർക്ക് ഈ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല. തൊട്ട് മുമ്പ് അവർ സംഭവിച്ച ഈ കാര്യവും അവർക്ക് മനസ്സിലായിട്ടില്ല. അതിന് നമുക്ക് 1-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. പിന്നെ അവൻ അവരോട്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നതിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പം ദൈവരാജ്യം ശക്തിയോട് വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു. ആ കാലത്തൊന്നും ദൈവരാജ്യം ശക്തിയോടെ വന്നിട്ടില്ല. ഇന്നും ദൈവരാജ്യം വന്നിട്ടില്ല. അപ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ചിലർ ദൈവരാജ്യത്തെ കാണും എന്നാണ് ക്രിസ്തുവോടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു സംഭവമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ പറഞ്ഞതിൻ്റെ കാര്യമാണ് നമ്മൾ 2-ാമത്തെ വാക്യത്തിൽ 6 ദിവസം കഴിഞ്ഞ ശേഷം ഈ മലയിൽ പോയി രൂപാന്തരപ്പെടുന്നതും ഏലിയാവും മോശയും യേശുക്രിസ്തുവിനോട് സംസാരിക്കുന്നതും. ഇത് മോശ ജീവിച്ചിരുന്ന കാലഘട്ടം, അത് കഴിഞ്ഞ് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ജീവിച്ചിരുന്ന ഏലിയാവ്, അത് കഴിഞ്ഞ് വീണ്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഭൂമിയിൽ ജീവിച്ചിരുന്ന യേശുക്രിസ്തു. ഇവർ 3 തമ്മിൽ കാണുന്ന, അല്ലെങ്കിൽ ഇവർ 3 തമ്മിൽ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന കാഴ്ചയാണ്. അത് ദൈവരാജ്യത്തിൻ്റെ ഒരു പിക്ചറാണ്. ദൈവരാജ്യത്തിൽ അബ്രഹാം, നോഹ, യേശുക്രിസ്തു, ഏലിയാവ്, എലീശ, യെശയ്യാവ്, ഇങ്ങനെ ഉള്ള പല കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ, മരിച്ചവർ ഒരുമിച്ച് കാണപ്പെടുന്ന ഒരു രാജ്യമാണ്, ഒരു സ്ഥലമാണ് ദൈവരാജ്യം എന്നുള്ളതാണ് ക്രിസ്തു അവിടെ കാണിച്ചു കൊടുത്തത്.
അതും അവർക്ക് മനസ്സിലായില്ല. തുടർന്ന് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയുന്നതും അവർക്ക് മനസ്സിലായില്ല. അതവർ പക്ഷേ ഉള്ളിൽ സംഗ്രഹിച്ചു, മനസ്സിലവർ വെച്ചു. അത് പിന്നത്തേക്ക് മനസ്സിലാക്കാനോ പിന്നത്തേക്ക് ചോദിക്കാനോ ഒക്കെ ആയിട്ട് അവർ മനസ്സിൽ സൂക്ഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തായാലും അത്രയും അത് നെഗ്ലക്റ്റ് ചെയ്യാതെ, അതിനെ തള്ളിക്കളയാതെ അത് മനസ്സിലവർ സൂക്ഷിച്ചു സംഗ്രഹിച്ചു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ വാദിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുകയാണ്. ഏലിയാവ് മുമ്പേ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി വരുമെന്ന് ഉള്ള വാക്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിന് യേശു ഏലിയാവ് മുമ്പേ വന്ന് സകലവും യഥാസ്ഥാനത്താക്കുന്നു സത്യം, എന്നാൽ മനുഷ്യപുത്രനെക്കുറിച്ച് അവൻ വളരെ കഷ്ടപ്പെടുകയും ധിക്കരിക്കപ്പെടുകയും ചെയ്യേണ്ടി വരും എന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെ? ഏലിയാവ് വന്ന് അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ അവർ തങ്ങൾക്ക് തോന്നിയത് എല്ലാം അവനോട് ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട്. ആ ഏലിയാവ് വരും എന്ന് പറഞ്ഞ ഏലിയാവ് വന്ന് മനുഷ്യപുത്രന് വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ്. അപ്പോൾ യോഹന്നാൻ സ്നാപകനാണ് ഏലിയാവിൻ്റെ ആത്മാവോട് കൂടി വന്നത്. അപ്പോൾ അത് ഏലിയാവിൻ്റെ ആത്മാവോട് കൂടി വരുമെന്ന് പറഞ്ഞാൽ ഏലിയാവിൻ്റെ ആത്മാവാണോ യഥാർത്ഥത്തിൽ? പ്രിയമുള്ള സുഹൃത്തെ, അത് ഏലിയാവിൻ്റെ ആത്മാവല്ല, അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഏലിയാവിലായാലും യെശയ്യാവിലായാലും അബ്രഹാമിലായാലും യേശുക്രിസ്തുവിലായാലും ഒക്കെ ഉള്ളത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ യോഹന്നാൻ സ്നാപകനിലും ഏലിയാവിലുണ്ടായിരുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവായിരുന്നത്. അതേ ആത്മാവാണ് യോഹന്നാൻ സ്നാപകനിലുള്ളത്. അല്ലാതെ ഏലിയാവിൻ്റെ ആത്മാവ് യോഹന്നാൻ സ്നാപകനിൽ ഉണ്ടായി എന്നർത്ഥത്തിലല്ല. അത് ദൈവത്തിൻ്റെ ശക്തി, ഏലിയാവിൽ കൊടുത്തിരുന്ന ദൈവത്തിൻ്റെ ശക്തി. അത് ഏലീശ ചോദിക്കുന്നു, നിനക്ക് ലഭിച്ചതിന് ഇരട്ടി പങ്ക് എനിക്ക് അനുഗ്രഹം ലഭിക്കണം, അല്ലെങ്കിൽ നീ ചെയ്ത പ്രവൃത്തികളുടെ ഇരട്ടി ചെയ്യാനുള്ള ശക്തി എനിക്ക് കിട്ടണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അളവുകൾ ഒരുപോലെയല്ല. ഈ ശക്തി പകർന്ന് ലഭിച്ചു, യേശുക്രിസ്തുവിന് ലഭിച്ച ശക്തി ഒന്നും ആർക്കും ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആത്മാവിൻ്റെ പങ്കൊന്നും മറ്റാർക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് യേശു ഏറ്റവും അധികം അത്ഭുതങ്ങൾ ചെയ്തത്. പല പ്രാവശ്യം മരിച്ചവരെ ഉയർപ്പിക്കും നമ്മൾ കാണുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, മരിച്ചുപോയ താൻ തന്നെ ഉയർത്തെഴുന്നേൽക്കുന്ന തരത്തിൽ ആ കാഴ്ചയുടെ അവസാനത്തെ കാഴ്ചയായിട്ട് അത് കാണുന്നുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ശക്തി, ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് നമ്മൾ വിസ്മരിക്കരുത്. അപ്പോൾ അതിൻ്റെ തുടർച്ച ആയിട്ട് നമ്മൾ വായിക്കുന്നത്, അവിടെ ഒരു തർക്കം, ശാസ്ത്രിമാർ തർക്കം മറ്റൊന്നുമല്ല, എന്തെന്ന് ചോദിക്കുകയാണ്. തർക്കത്തിൻ്റെ വിഷയം എന്താണെന്ന് ക്രിസ്തു അന്വേഷിക്കുമ്പം, ഗുരു, ഊമനായ ആത്മാവുള്ളൊരു എൻ്റെ മകനെ ഞാൻ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളി ഇടുന്നു. പിന്നെ അവൻ നുരച്ച പല്ല് വരണ്ടു പോകുന്നു. അപ്പോൾ ഇതും ക്രിസ്തുവിനെ പരീക്ഷിക്കാനായിരിക്കും ശാസ്ത്രിമാരാണ് ഇത് ചെയ്യുന്നത്. അവിടെ എന്നിട്ട് ഞാൻ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. മനസ്സിലായോ? ശിഷ്യന്മാരെ ഞങ്ങളിത് കൊണ്ടുവന്നു, ശിഷ്യന്മാരുടെ മുമ്പിൽ ഈ വിഷയം വന്ന് സൗഖ്യമാക്കാൻ അവർക്കത് കഴിഞ്ഞില്ല എന്നുത്തരം പറഞ്ഞു. ക്രിസ്തു പറയുന്ന, അവിശ്വാസമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു. ക്രിസ്തുവിനെ അവിടെ കൊണ്ടുവന്നു. അവിടെ വെച്ച് തന്നെ അവൻ്റെ രോഗം അവനെ അവിടെ ഇട്ട് ഇഴച്ച് വായിൽ നിന്ന് നുരയും പതയും ഒക്കെ വരുന്നത് കാണാം. ഇത് സംഭവിച്ചിട്ട് എത്ര കാലമായെന്ന് ക്രിസ്തു ചോദിക്കുന്നു. ചെറുപ്പം മുതലേ ഉണ്ട് അവന് അസുഖം എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും അവനെ നശിപ്പിക്കേണ്ട തീയിലും എടുത്ത് ചാടും, വെള്ളത്തിലെടുത്ത് ചാടും. അപ്പോൾ ഈ രോഗം അവൻ്റെ ജീവന് തന്നെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, മനസ്സിലും ഞങ്ങളെ സഹായിക്കണേ എന്ന് പറയും. യേശുവരോട്, നിന്നാൽ കഴിയും എങ്കിൽ എന്നോട് വിശ്വസിക്കുന്നവന്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, അത് ചോദ്യമാണ്. നിന്നാൽ കഴിയുമെങ്കിൽ എന്നോട് ചോദിക്കും. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സിലും ഞങ്ങളെ സഹായിക്കണമെന്നാണ് അവിടുത്തെ അഭ്യർത്ഥന. അതാ നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ. അപ്പം നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ എന്നോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. എന്നിട്ട് ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, അയ്യോ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കും. അപ്പം ഞാനൊരു തെറ്റ് ചെയ്തു പോയി,
നിനക്ക് കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞത് എൻ്റെ അറിവില്ലായ്മയാണ്. യേശുവെ അങ്ങേ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. അപ്പം ആ രോഗത്തെ അവിടെ സൗഖ്യമാക്കുന്നു. ഊമനും ചെകിടനുമായ ആത്മാവെ ഇവനെ വിട്ടുപോ, ഇനി ഇവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇഴച്ച് പുറപ്പെട്ടു പോയി. മരിച്ചുപോയെന്ന് പലരും പറയാൻ തക്കവണ്ണം അവൻ മരിച്ചവനെ പോലെയായി. യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി അവൻ എഴുന്നേറ്റു. വീട്ടിൽ വന്ന ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, അപ്പോഴാണ് വിഷയം വരുന്നത്, ഞങ്ങൾക്ക് അവനെ പുറത്താക്കാൻ കഴിയാത്തത് എന്ത് എന്ന് ക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്. അപ്പോൾ ക്രിസ്തു പറയുന്നത് നിങ്ങളുടെ അവിശ്വാസ നിമിത്തമാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നതിൻ്റെ ആശയം. ഞങ്ങൾക്കതിനെ പുറത്താക്കാൻ കഴിയാതിരുന്നത് എന്ത്? അപ്പോൾ ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തം അത്രേ നിങ്ങൾക്കത് പുറത്താക്കാൻ കഴിയാത്ത ആ രോഗത്തെ. അപ്പോൾ പ്രാർത്ഥനയാലും അല്ലാതെ അവിടെ പറയുന്നു, പ്രാർത്ഥനയിലും ഉപവാസാലും അല്ലാതെ ഈ ജാതി വിട്ടുപോകുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പലരും വിശ്വസിക്കുന്നുണ്ട് ഇവനിലുള്ള ആത്മാവ് പുറപ്പെട്ടു പോകണമെങ്കിൽ, അതിനുള്ള ശക്തി ലഭിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പം ഇവരിലുള്ള കുറവ് എന്ന് പറയുന്നത് അവിശ്വാസവും അല്പവിശ്വാസവും ഒക്കെയാണ്. അപ്പം അത് പ്രാർത്ഥനയാൽ മാത്രമേ അത് നിങ്ങളിൽ നിന്ന് മാറിപ്പോകൂ എന്നുള്ളതാണ് ക്രിസ്തു അവിടെ കൃത്യമായി പറയാം. അത് ഈ എല്ലാ വായന ഭാഗങ്ങളും ഒന്ന് കൂട്ടി വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അവിടെ ഈ ജാതി എന്ന് പറയുന്നത് അവനിലുള്ള ഭൂതമാണ് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. അവിടെ പറയുന്ന ഇവരിലുള്ള അവിശ്വാസം, അല്പവിശ്വാസം എന്ന ജാതി പ്രാർത്ഥനയല്ല. അപ്പോൾ അവിടുത്തെ വിഷയം അതാണല്ലോ, ഞങ്ങൾക്കതിനെ പുറത്താക്കാൻ കഴിയാതിരുന്നത് എന്തെന്നുള്ളതാണ് ചോദ്യം. അതിന് ഉള്ള ഉത്തരമല്ല ആയിട്ട് അതിനെ കാണണം. അപ്പോൾ അവിടുത്തെ ഉത്തരം ഇതാണ്, നിങ്ങൾക്കതിനെ പുറത്താക്കാൻ കഴിയാത്തത് നിങ്ങൾക്ക് ഉള്ള അവിശ്വാസവും അല്പവിശ്വാസവുമാണ് എന്ന് ക്രിസ്തു അത് കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ അവനെ കഫർനഹൂമിൽ തൻ്റെ വീട്ടിൽ വന്നു. അതിനു മുമ്പ് ഗലീലയിൽ സഞ്ചരിച്ചു. മനുഷ്യരുടെ കയ്യാൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, കൊന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം അവന് ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. അതും അവർക്ക് മനസ്സിലായില്ല. എന്താണെന്ന് ചോദിക്കാനും തയ്യാറായില്ല, ധൈര്യവും അവർക്കുണ്ടായിരുന്നില്ല. പിന്നീടാണ് കഫർനഹൂമിൽ വരുന്നതും വീട്ടിൽ വരുന്നതും തർക്കമുണ്ടാകുന്നത്. തങ്ങളുടെ ഇടയിൽ വലിയവൻ ആര് എന്നൊരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകണം എന്ന് ക്രിസ്തു അവിടെ പറയുന്നുണ്ട്. അപ്പോൾ മുമ്പനാകാൻ ഇച്ഛിക്കുന്നവൻ വെറുതെ ആഗ്രഹിച്ചുകൊണ്ട് ദുരുപായങ്ങൾ അല്ലെങ്കിൽ തെറ്റായ വഴികൾ അന്വേഷിക്കുകയെല്ലാം പറഞ്ഞ് നിനക്ക് മുമ്പനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ എല്ലാവരിലും ശിഷ്യനാകണം, എല്ലാവരിലും ചെറിയനാകണം, എല്ലാവർക്കും ശുശ്രൂഷ കൊടുക്കുന്നവനാകണം. അങ്ങനെയാണെങ്കിൽ നീ മുമ്പനാകാനുള്ള ഇടയുണ്ട്, സാധ്യതയുണ്ട്. എന്നിട്ട് ഒരു ശിശുവിനെ എടുത്ത് കയ്യിൽ ചേർത്ത് വെച്ചിട്ട് പറയാണ്, എൻ്റെ നാമത്തിൽ ഈ ശിശുക്കളിൽ ഒന്നിനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നെ കൈക്കൊള്ളുന്നു യഥാർത്ഥത്തിൽ എന്നെ അല്ല കൈക്കൊള്ളുന്നത്, എന്നെ അയച്ചവനെയാണ് കൊള്ളുന്നത്, ദൈവത്തെയാണ് കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് എന്നെ സ്വീകരിക്കുക എന്നുള്ളതല്ല ഇവിടെ പ്രധാനം, എന്നിലൂടെ സർവശക്തനായ ദൈവത്തെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അതിലൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എൻ്റെ ഈ നാമത്തിൽ ആരെങ്കിലും ഒരു പാത്രം വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ തന്നാൽ അവർക്ക് പ്രതിഫലം കിട്ടാതിരിക്കില്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്, അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കുന്നവനാണ്, ദൈവപൈതലാണ് എന്ന് പറഞ്ഞ് ഒരു പാത്രം വെള്ളം തന്നാൽ പോലും അവന് അതുകൊണ്ടുള്ള പ്രതിഫലം കിട്ടുമെന്നാണ് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നിട്ട് പറയുന്നത്, എങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരൊരുത്തന് ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ കടലിലിട്ട് കളയുന്നവനേറെ നല്ലത്. എന്നിട്ട് പറയാം, നിൻ്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. കൈയില്ലാത്തവനായിട്ട് ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളും കൈയോടുകൂടി നരകത്തിൽ നശിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. നിൻ്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയുക. കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂഴ്ന്നു കളയുക. ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ കിടക്കുന്നതാണ്. ദൈവരാജ്യത്തിൽ ഒറ്റക്കണ്ണനായി ജീവിക്കുന്നതാണ് 2 കണ്ണോടുകൂടി നീ നശിച്ചു പോകുന്നതിനേക്കാൾ ഭേദം എന്ന് യേശുക്രിസ്തുവോട് പറയുന്നത്.
അപ്പോൾ ഉപ്പിനെ സംബന്ധിച്ചൊരു ഉദാഹരണം, ഉപ്പ് നല്ലതാണ്. ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തോന്നില്ലാണ്ട് അതുകൊണ്ട് രസം വരുത്തും. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിപ്പിൻ. വേറൊരു ഭാഗത്ത് പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നുവെന്ന് ദൈവമക്കളെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ പറയുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പോൾ ഉപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം, പ്രിസർവേറ്റീവാണ്. എത്ര നാളുകൾ വേണമെങ്കിലും ഉപ്പിലിട്ടാൽ, ഇപ്പം പച്ചക്കറി ആയാലും അതുപോലെ അച്ചാറൊക്കെ ഇടുമ്പോൾ നമ്മൾ ഉപ്പിലിടുകയാണ്. അതുപോലെ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ഇറച്ചി മീനും ഒക്കെ ഉപ്പിലിട്ടാണ് വെക്കുന്നത് നാളുകളോളം. നമുക്കറിയാം മീൻ പിടിച്ചിട്ട് ബാക്കിയുള്ള മീനുകൾ ഉപ്പിട്ട് കാലങ്ങളോളം വെക്കുന്നത്. അപ്പോൾ വർഷങ്ങളോളം അതിരിക്കും. വർഷങ്ങളോളം ഇരിക്കണമെങ്കിൽ അതിന് ഒരു സംരക്ഷണ സ്വഭാവം ഉണ്ടാകണം. അതൊരു പ്രിസർവേറ്റീവാണ്. അപ്പോൾ അതിന് ഉപ്പില്ലാതെ നമ്മൾ രുചിച്ച് നോക്കും, ഇത് ഉപ്പാണ്, യഥാർത്ഥത്തിൽ ഉപ്പാണ് അല്ലെങ്കിൽ ഉപ്പായിരുന്നു. നാക്കിൽ രുചിച്ച് നോക്കുമ്പോൾ ഉപ്പിൻ്റെ ആ രസമില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? അത് പുറത്ത് കളയുകയും നിവൃത്തിയുള്ളൂ. ഇത് തന്നെയാണ് ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ച്, മനുഷ്യരെ സംബന്ധിച്ച്. നിങ്ങളുടെ ഉപ്പില്ലാതെ പോയാൽ, ഈ കാരമില്ലാത്ത ഉപ്പിനെ എങ്ങനെയാണോ ആളുകൾ ചവിട്ടാനൊക്കെ എടുത്ത് കളയുന്നത്, മുറ്റത്ത് കളയുന്നത് എന്ന് പറയുന്നത് പോലെ നിങ്ങളെയും തള്ളിക്കളയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ സംരക്ഷകരായിരിക്കാൻ കഴിയുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് ദൈവമക്കൾക്കുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. 3 വായനാ ഭാഗങ്ങളുടെ ചെറു വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ്. വലിയ ഒരു പുസ്തകത്തിലെ വലിയ ആശയങ്ങളെ ഒരുപാട് സമയം ഇരുന്ന് പറഞ്ഞാൽ പോലും തീരാത്ത കാര്യങ്ങളെയാണ് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് സംസാരിക്കാനുള്ള അറിവും ഇല്ല, അത് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ അറിവിനെ കൂടുതലായി വളർത്തുവാൻ, കാരണം അറിവാണ് വിശ്വാസമാകേണ്ടത്. അറിവ് തെറ്റിയാൽ വിശ്വാസം തെറ്റും. വിശ്വാസം തെറ്റിയാൽ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കേണ്ട നീതീകരണം നമുക്ക് പ്രാപിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് വിശ്വാസം ശരിയാകേണ്ടത് അറിവിൽ നിന്നായതുകൊണ്ട് അറിവ് ഈ ബൈബിളിലാണ് കിടക്കുന്നത്. അറിവ് ബൈബിൾ വായിച്ച് തന്നെയാണ് നമ്മൾ നമ്മുടെ അറിവുകളെ കറക്റ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ ഇതുവരെ അറിഞ്ഞ അറിവുകൾ ശരിയായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ അറിവുകൾ തെറ്റുമായിരിക്കാം. എങ്ങനെയാണ് അത് പരിഹരിക്കുക അല്ലെങ്കിൽ പരിശോധിക്കുക? ബൈബിൾ തുറന്നു വെച്ച് അത് അന്വേഷിക്കാൻ തക്കവണ്ണം ഇടയായാൽ അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും എന്നുള്ള ആ വാഗ്ദത്തം നമ്മൾ ഓരോരുത്തരിലും പൂർണ്ണമാകും. പാടാണ് നമ്മൾ ഒരു നോവൽ വായിക്കുന്നത് പോലെ വായിച്ച് മനസ്സിലാക്കുവാൻ ബൈബിൾ സാധ്യമല്ല. മാത്രമല്ല ദൈവം അത്ര കണ്ട് കൃത്യമായി അത് ഒരാളോട് സംസാരിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത വായിക്കുന്ന ആൾക്കും ഉണ്ടാകണം. അത് ദൈവത്തോടുള്ള സമീപനമാണ്. ദൈവം ആരെന്ന് അറിയാനുള്ള ആഗ്രഹമാണ്. അതറിഞ്ഞാൽ ആ ദൈവത്തിൽ നിന്ന് നിൽക്കാൻ ഉള്ള തീരുമാനമൊക്കെയാണ്. അങ്ങനെ പല കാര്യങ്ങൾ അതിനകത്ത് വരും. അപ്പോൾ അതുകൊണ്ട് അറിയാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെ നമ്മൾ ബൈബിൾ തുറന്നു വയ്ക്കുകയും, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സ്വയമായിട്ട് ചിലപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനൊക്കത്തില്ല, തെറ്റിദ്ധരിക്കപ്പെടാം. ഡയറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുകയല്ല ബൈബിളിലൂടെ വ്യംഗ്യമായിട്ടും ഉപമ കൊണ്ട് മാത്രവും മനസ്സിലാക്കേണ്ട കാര്യങ്ങളും ഉപമ കൊണ്ട് പറഞ്ഞിട്ട് മനസ്സിലാകാത്ത കാര്യങ്ങളും ഒക്കെ ബൈബിളിലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത്തരം ഒരു ചെറിയ ഒരു വിശദീകരണം കൂടെ ഈ വായനയുടെ കൂടെ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വായന മാത്രമല്ല, അറിയുന്ന ആളുകളോട് ചോദിക്കാനും ചർച്ച ചെയ്യാനും നമ്മുടെ ആശയം അവരോട് സംസാരിക്കാനും അതിൻ്റെ സംശയ നിവൃത്തി പ്രാപിക്കാനും അങ്ങനെ അതിൻ്റെ ആശയത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കുവാനും ഒക്കെ ശ്രമിക്കേണ്ടതാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ഇതിനോടൊപ്പം തന്നെ ഒരു ടെലിഫോൺ നമ്പർ വെച്ചിരിക്കുന്നത്. അതിൽ വിളിച്ച് അന്യോന്യം കാര്യങ്ങളെ സംസാരിക്കാം. സംസാരിക്കുന്നതിലൂടെ ചിലപ്പോൾ പുതിയ സംശയങ്ങളുണ്ടാകാം. ഇതൊക്കെ നല്ലത് തന്നെയാണ്. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് നമ്മൾ ഒരുമിച്ചാണ് അതിൻ്റെ ബൈബിൾ തുറന്നു വെച്ച് ബൈബിളിലെ കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്നോടൊന്ന് ചേർത്ത് നോക്കിയിട്ട് ഞാൻ ഇതാകുന്നു കണ്ടത് എന്ന് സദൃശവാക്യങ്ങൾ എഴുതിയ ശലോമൻ പറഞ്ഞതുപോലെ, അതായത് ഒന്നോടൊന്ന് ചേർത്ത് നോക്കിയിട്ട്, അപ്പോൾ ബൈബിളിലെ ഭാഗങ്ങൾ അന്യോന്യം വെച്ച് പരിശോധിച്ചിട്ടാണ് നമ്മളൊരു കാര്യത്തിൻ്റെ സത്യത്തെ മനസ്സിലാക്കേണ്ടത്. ഒരു ഭാഗത്ത് മനസ്സിലാകാത്ത കാര്യം ബൈബിൾ വേറൊരിടത്ത് കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരിടത്ത് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നേരെ എതിരായ കാര്യമാണ് മറ്റൊരിടത്ത് പറയുന്നതെങ്കിൽ ഈ ബൈബിൾ നമുക്ക് വിശ്വസിക്കാനൊക്കില്ല. അപ്പോൾ ബൈബിളിൽ ഒരിടത്ത് പറയുന്ന കാര്യം അതെന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിലും
അതിനെ സംബന്ധിച്ച് ഒരു സത്യമുണ്ടാകും. ആ സത്യം ബൈബിളിൽ പലയിടത്തും എഴുതിയിട്ടുണ്ടാകും. ഇവിടെ മനസ്സിലാക്കാൻ കഴിയാത്ത വേറെ ഭാഗം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതാണ് ബൈബിളിൻ്റെ പഠന രീതി. അത് ഒന്ന് ശീലിച്ചു വരുമ്പോൾ അത് ഗുണപരമായി മാറും. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.